ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇന്നത്തെ ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും ഞാൻ. അങ്ങനെയാണിത്. എൻ്റെ ഇത് പഴയ വീഡിയോ ആണ്. കാരണം ഞാൻ വീഡിയോ കുറച്ചായിട്ട് ഇടണം എന്ന് കരുതിയിട്ട് ഇടാതെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇത് ഞാൻ എൻ്റെ നോട്ട്സ് എല്ലാം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊരു പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്തതിന് ശേഷം അത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. അതുപോലെ തന്നെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ് എൻ്റെ ഡെയിലി പ്ലാനറിനകത്ത് ഞാൻ ചെയ്യുന്നത്. ശേഷം ഞാൻ പോയി ഒരു ചായയൊക്കെ കുടിച്ചു. രാവിലെ പഠിക്കാൻ വീട്ടിൽ ഒരു കുട്ടി വരും. കാരണം ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻലൈറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠനത്തിന് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ നമ്മൾ അവർക്ക് വേണ്ട റെമഡി കൊടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് കയറി. അപ്പോൾ ഇന്ന് മധുരക്കിഴങ്ങും അതുപോലെ തന്നെ നല്ല അടിപൊളി കഞ്ഞിയൊക്കെ ആക്കാം എന്ന് പ്ലാൻ ചെയ്തതാണ്. ഞാൻ കിച്ചൺ പരിപാടിയൊന്നും അധികം കാണിക്കുന്നില്ല. അത് കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. മാക്സിമം ഞാൻ എൻ്റെ ജോലികൾ നേരത്തെ തീർക്കും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആ കുട്ടി പഠിക്കാൻ വരുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെക്കും. രാവിലെ 7 മണിക്കാണ് പഠിക്കാൻ വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കും. അതിന് ശേഷം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടും. ശേഷമാണ് അതിൻ്റെ കൂടെ തന്നെ ആ കുട്ടി വരുന്നതിന് മുമ്പാണെങ്കിൽ ഉച്ചക്കലത്തേക്കുള്ളതും കൂടെ അതിൻ്റെ കൂടെ ചെയ്ത് മാക്സിമം എത്രത്തോളം ജോലി നേരത്തെ തീർക്കാൻ പറ്റും അത്രത്തോളം മാക്സിമം നേരത്തെ തീർക്കും. അതിൻ്റെ ഇടയ്ക്കൂടെ വാഷിംഗ് മെഷീനിലിട്ട് തുണി കഴുകും. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ഞാൻ ടൈം മാനേജ് ചെയ്ത് തന്നെ ചെയ്യും കേട്ടോ. എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യുന്ന അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. അപ്പം ഞാൻ എങ്ങനെയാണ് മക്കളുമാർ പോകുന്ന ആ ഒരു ടൈമിനുള്ളിൽ തന്നെ എൻ്റെ ജോലിയും ഞാൻ തീർക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ കറ്റാർ വാഴ തലയിൽ തേക്കാനായിട്ടാണ്. കാരണം നമ്മുടെ ഈ ബിസി ലൈഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ നോക്കുന്നില്ല. അപ്പം കുറച്ച് കെയറിങ് ഒക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കറ്റാർ വാഴ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു കറ പോകാനായിട്ട് ഞാൻ ആ മുകളിൽ തന്നെ വെച്ചിരിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പം അത് പോയി എടുക്കുക. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. കറ്റാർ വാഴ തലയിൽ തേക്കുന്നത്, ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രാത്രിയിൽ സ്ത്രീകൾ മുഖത്ത് പുരട്ടേണ്ട ഒരു വസ്തുവാണിത്. ബട്ട് അത് പുരട്ടിക്കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഇറങ്ങരുത് എന്നും പറയുന്നുണ്ട്. കാരണം അത്രയും സൗന്ദര്യം വർദ്ധിക്കാനുള്ള ഒരു ബെസ്റ്റ് വണ്ണാണ്. അതുപോലെ തന്നെ മക്കളുമാർ പോയി കഴിയുമ്പോഴത്തേക്ക് റൂം ആകെ അലകോലമായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പെട്ടെന്ന് പോയി കുളിച്ച് ഫ്രഷായി വന്നിരുന്ന് ഞാൻ പഠിക്കാനിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ മാക്സിമം ഞാൻ എല്ലാം നേരത്തെ ഒതുക്കും. രാവിലെ തന്നെ ഒരു 10 മണിയാകുമ്പോൾ കുളിക്കുന്ന രീതിയിൽ റെഡിയാക്കിയാണ് ഞാൻ എല്ലാം ചെയ്യാറ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അത് ആസ്വദിച്ച് ചെയ്യുക, അതിനിഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരത്തില്ല. മാക്സിമം നമുക്ക് എളുപ്പം തീർക്കാൻ കഴിയും. അതുപോലെ തന്നെ കിച്ചൺ പരിപാടിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്നത് ഒരുപാട് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടൊന്നുമില്ല. മാക്സിമം ഞാൻ എൻ്റെ നോട്ട്സ് കവർ ചെയ്യും. രാത്രിയാകുമ്പോഴത്തേക്ക് വീണ്ടും അതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്യാൻ ശ്രമിക്കും, ടൈം കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോൾ ഇതെൻ്റെ പഴയ ഒരു വീഡിയോ ആണ്. അത് ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടുന്നത്. കാരണം മാനസികമായിട്ട് ഞാനങ്ങ് നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ ഇടണ്ടായോ എന്നുള്ള രീതിയിൽ ഇരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഗൈഡ് വായിക്കും, അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ വൈകുന്നേരം വീണ്ടും നമ്മുടെ വീട്ടിൽ റെമഡി പഠിക്കാൻ മക്കളുമാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പം മാക്സിമം ഞാൻ എൻഗേജ്ഡാണ്. വൈകിട്ട് ഇതുപോലെ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും. വീട്ടിൽ റെമഡി പഠിക്കാൻ വരുന്നുണ്ട്. കൂടാതെ എൻ്റെ മക്കളുമാർ വരുന്നതിന് മുമ്പ് തന്നെ ബാക്കി എൻ്റെ ജോലികൾ തീർത്ത് വെക്കും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസവും. അപ്പം നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അതുപോലത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ടൈം കളയാതിരിക്കുക, മാക്സിമം എൻഗേജ്ഡ് ആവുക. അതുപോലെ തന്നെ മക്കളുമാരെ നമ്മൾ എൻഗേജ്ഡ് ആകുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ മക്കളുമാരുടെ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവർക്കും നമ്മൾ സപ്പോർട്ടായിട്ടുള്ളൊരു പാരൻ്റ് ആവും.
അതുപോലെ തന്നെ അവരും നമ്മളെ ബഹുമാനിക്കും. നമ്മൾ എത്രത്തോളം നീറ്റായിട്ടും നമ്മൾ എത്രത്തോളം അടുക്കും ചിട്ടയോടുകൂടിയും കഴിയുന്നോ അതുപോലെയായിരിക്കും നമ്മുടെ മക്കളും. തീർച്ചയായും നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും കോപ്പി ചെയ്യുക. പേരൻ്റ് എന്താണോ, അതായത് കൂടുതലും മക്കൾ അമ്മമാരെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അമ്മമാരെന്താണോ ചെയ്യുന്നത് ആ ഒരു രീതിയായിരിക്കും നമ്മുടെ മക്കളും ചെയ്യുക. സോ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അവരത് കോപ്പി പേസ്റ്റ് ചെയ്യും. എനിക്ക് 2 ആൺപിള്ളേരാണ്. പക്ഷേ മാക്സിമം ഞാൻ അവരുടെ കാര്യങ്ങൾ അവരെക്കൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കും. ചില നേരം വാശി പിടിക്കും, ദേഷ്യമാവും. പക്ഷേ എന്നാലും അങ്ങനെയല്ല, നമ്മൾ മാക്സിമം നമ്മൾ അവരെ കൊണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യിക്കുക. അപ്പോൾ അവരും അതൊക്കെ കണ്ട് പരിചയമായിട്ട് അവരും അതിൻ്റേതായ രീതിക്ക് മുന്നോട്ട് വരും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.